ഹലോ, AK റിവ്യൂസ് ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഗർ എന്ന് വന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടു. ഇന്നലെ രാത്രി 8 മണിക്കത്തെ ഷോനെ പോയി കണ്ടു. വന്നതിന് എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഉച്ചയായി, സമയം ഇപ്പോൾ ഉച്ചയായി, ഇപ്പോഴാണ് റിവ്യൂ ഇടാൻ പറ്റിയത്. അതിവേഗം നമുക്ക് സിനിമയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ശരാശരിയായിട്ട് തോന്നിയിട്ടുള്ളൂ, സത്യം പറഞ്ഞാൽ. ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ചാൽ, ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യം എനിക്ക് ഈ സിനിമയിൽ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ, ഈ സിനിമ ഒരു സർവൈവൽ കോമഡി ആ കൺസെപ്റ്റ് രീതിയിലാണ് വന്നത്. കാരണം ഈ സിനിമയുടെ കഥ ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ്. തിരുവനന്തപുരത്ത് സൂര്യ ഒരാൾ സിംഹത്തിൻ്റെ സിംഹക്കൂടിലേക്ക് എടുത്ത് ചാടുന്നതും കാട്ടിക്കൂട്ടുന്നത്, അതെല്ലാം ശരിക്കും നടന്ന കഥയായിട്ട് റിലേറ്റ് ചെയ്താണ് സിനിമ റിലീസ് ചെയ്യണമെന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നി. ഈ ലയൺ അതായത് ദർശനം എന്ന ഈ ലയണിൻ്റെ സീൻസ് നമ്മൾക്ക് ഒരു ഭയങ്കര ഒരു അടിപൊളി അതല്ലെങ്കിൽ നല്ലൊരു വേറെ ലെവലിലേക്ക് പോകാൻ പറ്റുന്നൊരു പടമായി, ഒരു ചെറിയ സിനിമയായി മാറുന്നൊക്കെ നമ്മൾ റിലീസിന് മുമ്പേ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അതിന് വിപരീതമായിട്ടാണ് സിനിമ സംഭവിച്ചത്. ഇന്നലെ സിനിമയുടെ റിവ്യൂ കേട്ടപ്പോൾ ആവറേജും അതിന് താഴെ റെസ്പോൺസൊക്കെയാണ് കേട്ടത്. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാമെന്ന് തോന്നി പോയി. ഇന്നലെ ഞാനെൻ്റെ ഫാമിലി പോയി കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് സിനിമയാണ്. ഒരു കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നിയിട്ടുള്ളൂ ഗർ എന്ന സിനിമ. ഈ സിനിമയിൽ മെയിൻ പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് സുരാജേട്ടനും ചാക്കോച്ചനും ഇവർ രണ്ടുപേരും ആസ് യൂഷ്വൽ പെർഫോമൻസ്, അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയിലെ ഫസ്റ്റ് ഹാഫിലെ കോമഡീസൊക്കെ എല്ലാം വളരെ അത്യാവശ്യം വർക്കായി തോന്നിയൊരു ഫസ്റ്റ് ഹാഫായിട്ടാണ് എനിക്ക് തോന്നിയത്. കോമഡീസ് വെച്ച് ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫായിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10-20 മിനിറ്റത്തെ ശേഷം സിനിമ വളരെ താഴേക്ക് പോയൊരവസ്ഥയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനേക്കാളും 7 അയിലത്തും വന്നില്ല സെക്കൻഡ് ഹാഫ് എനിക്കൊരു ആവറേജിന് താഴെ പോയ ഒരു അനുഭവം തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് എടുത്ത് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് എന്തൊക്കെയോ, ക്ലൈമാക്സിന് മുമ്പിലൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ ക്ലൈമാക്സും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ എനിക്കിത് മെയിൻ പോസിറ്റീവായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, സുരാജേട്ടനും ചാക്കോച്ചനും തമ്മിലൊരു പെർഫോമൻസ്. പിന്നെ എല്ലാവരും ഈ സിനിമ അഭിനയിച്ച എല്ലാവരും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ശരിക്കും നടന്ന കഥയായിട്ട് ഒരിക്കലും 100% റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പടമായിട്ടല്ല എനിക്ക് തോന്നിയത്. കാരണം ഒരു ശരിക്കും നടന്ന കഥയായിട്ട് ഒരു സിനിമ ഇറക്കുവാണെങ്കിൽ അതുമായിട്ട് ഒരു ഇമോഷണലി അല്പം പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യേണ്ടത് ഒരു സിനിമയായി മാറേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് കണക്റ്റ് ആയിട്ടില്ല. കാരണം ഇതൊരു സർവൈവൽ കോമഡി രീതിയിൽ വന്നിറങ്ങിയ സിനിമയാണെങ്കിലും ഇതിൽ കോമഡീസ് മാത്രമേ നമുക്ക് ആകെ ഒരു വർക്കായി തോന്നിയിട്ടുള്ളൂ. ഇതിൽ ലൈനൊക്കെ വരുന്ന സീനൊക്കെ നമ്മളൊരു പ്രതീക്ഷിച്ച ആ ഒരു ലെവൽ കിട്ടിയില്ല, ഒട്ടും എത്തിയില്ല. അപ്പോൾ അതൊക്കെയാണ് സിനിമയ്ക്ക് പറ്റിപ്പോയ പാളിപ്പോയ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത മേക്കിങ്ങും, പിന്നെ BGM കൊള്ളാം, മ്യൂസിക്കും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി എടുത്ത് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ വേണമെങ്കിൽ ടൈം പാസിന് വേണമെങ്കിൽ ഒരു തവണ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധാ ഒരു നോർമൽ ഒരു ചെറിയ പടം, അത്രയേ ഉള്ളൂ എനിക്ക് ഗർ എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗർ എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 3 3 കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ, സിനിമയിൽ കോമഡീസാണ്. അത് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് കോമഡീസിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് വർക്കായി.
അതുകൊണ്ട് മാത്രം എനിക്ക് ഈ സിനിമ ഒരു 5-ൽ 3 തന്നെ കൊടുക്കാമെന്ന് തോന്നുന്നുള്ളൂ. അല്ല അതിൻ്റെ അപ്പുറമൊന്നുമില്ല. വലിയ പടവുമല്ല, എന്നാൽ അത്ര മോശം പടമല്ല. ജസ്റ്റ് ഒരു ആവറേജ് പടം കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വലിയ നെഗറ്റീവായിട്ട് എടുത്ത് പറയുന്നതല്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. നിങ്ങൾ സിനിമ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പല പല റെസ്പോൺസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.